students. Today we are going to take up a very important topic, that is in the Sale of Goods Act, that is caveat emptor. What do you mean by caveat emptor? ഇപ്പോൾ കുറേ കുട്ടികൾ എന്നോട് റിക്വസ്റ്റ് ചെയ്തു സെയിൽ ഓഫ് ഗുഡ്സ് ആക്ടിലെ ഈ ഭാഗങ്ങൾ പഠിപ്പിക്കാൻ. സോ ആസ് പെർ യുവർ റിക്വസ്റ്റ് ഐ ഹാവ് ചോസൻ ദിസ് ടോപ്പിക്. എന്താണ് കാവിയറ്റ് എംപ്റ്റോർ എന്ന് പറഞ്ഞാൽ? വാങ്ങുന്നവൻ സൂക്ഷിച്ചു കൊള്ളട്ടെ, ഇതാണ് ഇതിൻ്റെ അർത്ഥം. കാവിയറ്റ് എംപ്റ്റോർ എന്ന് പറഞ്ഞാൽ വാങ്ങുന്നവൻ സൂക്ഷിച്ചു കൊള്ളട്ടെ. നിങ്ങൾ എഴുതി വെച്ചോളൂ, ലെറ്റ് ദി ബയർ ബിവെയർ. അത് എഴുതി വെച്ചോളൂ. കാവിയറ്റ് എംപ്റ്റോർ മീൻസ് ലെറ്റ് ദി ബയർ ബിവെയർ. ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം. നിങ്ങളിപ്പോൾ ഒരു ഷോപ്പിൽ പോയിട്ട് ഷർട്ട് സെലക്ട് ചെയ്തു, നിങ്ങൾ ഇട്ട് നോക്കി, ട്രയൽ റൂമിൽ പോയി, ഓക്കെ നല്ല ഭംഗിയുണ്ട്, വെരി ഗുഡ്, നിങ്ങൾ അത് വാങ്ങി, ബില്ല് കൊടുത്ത് പേ ചെയ്ത് വാങ്ങി. അപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ട് നിങ്ങളിത് വേണ്ടാന്ന് പറഞ്ഞാൽ നോർമലി ഷോപ്പ് കീപ്പർ നിയമം പറയുകയാണെങ്കിൽ ഷോപ്പ് കീപ്പർ പറയും നോ വി വോണ്ട് ടേക്ക് ഇറ്റ് ബാക്ക്, ഞങ്ങൾ എടുക്കില്ല എന്ന് പറയും. പക്ഷേ ഇപ്പോൾ ഷോപ്പ് കീപ്പേഴ്സ് അങ്ങനെ പറയുന്നില്ല, ബിക്കോസ് ഓഫ് ദിസ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്റ്റും ഒക്കെ ഉണ്ടല്ലോ. അപ്പം നമുക്ക് ഒരിക്കലും നമ്മളത്, അപ്പം നമ്മൾ വാങ്ങുന്ന സാധനം നമ്മൾ നോക്കി തൃപ്തിപ്പെട്ട് ഇഫ് യു ആർ സാറ്റിസ്ഫൈഡ് യു ഷുഡ് ടേക്ക് കെയർ. അപ്പം ബയറാണ് ടേക്ക് കെയർ ചെയ്യേണ്ടത്. ഇതിനാണ് നമ്മൾ കാവിയറ്റ് എംപ്റ്റോർ എന്ന് പറയുന്നത്. സോ ഇറ്റ്സ് എ ലാറ്റിൻ വേർഡ്, ഒരു ലാറ്റിൻ വേർഡാണ്. അതാണ് ലെറ്റ് ദ ബയർ ബിവെയർ. അപ്പോൾ യു ഹാവ് ദ റെസ്പോൺസിബിലിറ്റി ടു സെലക്ട് ഗുഡ്സ് ഓഫ് യുവർ ഓൺ ചോയ്സ്. നിങ്ങളുടെ ഇഷ്ടത്തിനുള്ള ചരക്ക് നിങ്ങൾ സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് എടുക്കാം. പക്ഷേ ഈ നിയമത്തിൽ, അപ്പം ഞാൻ പറയാം, ഇനിയിപ്പോൾ ഒരു കേസ് ലോയും കൂടി എഴുതിയാൽ നിങ്ങൾക്ക് മാർക്ക് നല്ലോണം കിട്ടും. ആ കേസ് ലോൻ്റെ പേര് എന്താണെന്ന് വെച്ചാൽ ദി വാർഡ് വേഴ്സസ് ഹോബ്സ്, WARD, വാർഡ് വേഴ്സസ് ഹോബ്സ്, HOBBS. ചെറിയൊരു കേസ് ലോ ആണ്, എഴുതിയാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. അതായത് ഇവിടെ ഒരു പന്നീൻ്റെ ഓപ്ഷനാണ്, ഓപ്ഷൻ ഓഫ് പിഗ്സ്. അപ്പോൾ പന്നീനെ ഒന്നായിട്ട് ഓപ്ഷൻ ചെയ്യുമ്പോൾ നമ്മൾ എന്താ നിയമം എന്ന് വെച്ചാൽ, നമ്മൾ എന്താ ചീത്തയായിട്ടുണ്ടെങ്കിൽ വി കനോട്ട് റിജക്റ്റ് ഇറ്റ്, നമ്മൾ എടുത്തോണം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞങ്ങളുടെ കോടതിയിലൊക്കെ ഈ കട്ട സാധനങ്ങളൊക്കെ, സ്റ്റോളൻ ഗുഡ്സ് കേസൊക്കെ കഴിഞ്ഞാൽ അവിടെ 4-5 കൊല്ലം കൂടുമ്പം ഓപ്ഷൻ ഉണ്ടാവും. ടോർച്ച്, CD പ്ലെയർ, TV, അങ്ങനത്തെ പല സാധനങ്ങളുണ്ടാവും. അപ്പോൾ നമ്മൾ കുറഞ്ഞ പൈസ കിട്ടും. 1 ലക്ഷത്തിൻ്റെ TV ഒക്കെ 10,000 റുപ്യക്കോ അല്ല 5,000 റുപ്യക്കോ കിട്ടും. അത് നമ്മൾ വീട്ടിൽ കൊണ്ട് പോയിട്ട് ഇഫ് ഇറ്റ് ഇസ് നോട്ട് വർക്കിംഗ് നമുക്കിത് വേണ്ടാന്ന് തിരിച്ചു കൊടുക്കാൻ പറ്റില്ല. സോ ദാറ്റ് ഇസ് ഇറ്റ്. അപ്പോൾ ഇവിടെ പിഗ്സിൻ്റെ ഓപ്ഷനായിരുന്നു. ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ലേല വിൽപ്പന. അങ്ങനെ ഓപ്ഷനിൽ വിറ്റപ്പം ഒരാൾ A എന്ന് പറഞ്ഞ ആളാണ് വിറ്റത്, B എന്ന് പറഞ്ഞ ആൾ മുഴുവൻ പിഗ്സിനെ വാങ്ങി. ഒരു പിഗ്സ് ഉണ്ട്, പന്നികൾ. അതിനെ വാങ്ങി വീട്ടിൽ കൊണ്ടുപോയി. കുറച്ച് ദിവസം, 2 ദിവസം കഴിഞ്ഞപ്പോൾ എല്ലാ പന്നികളും ഒന്നൊഴികെ ബാക്കി എല്ലാ പന്നികളും പനി പിടിച്ച് മരിച്ചുപോയി. അവർക്ക് സ്വൈൻ ഫീവർ ഉണ്ടായിരുന്നു. അതൊന്നും സെല്ലർ പറഞ്ഞിട്ടില്ല ഫീവർ ഉണ്ടെന്ന്. പക്ഷേ ബയർ അത് പോയി ശ്രദ്ധിക്കണമായിരുന്നു. ബയർ ഒരു വെറ്റിനറി ഡോക്ടറെ ഒന്നും കൂട്ടിക്കൊണ്ടുപോയി പരിശോധിച്ച് വാങ്ങിയാൽ മതിയായിരുന്നു. ബട്ട് ഹി ഡിഡ് നോട്ട് ഡു ദാറ്റ്. അപ്പോൾ ഇയാൾ കേസ് കൊടുത്തു, ബയർ കേസ് കൊടുത്തു. ഞാൻ ഇത്രയും വിലേൻ്റെ പന്നികളെ വാങ്ങി, പിഗ്സ് ഹാവ് ബോട്ട് ആൻഡ് ഇറ്റ് ഹസ് ഓൾ ഡൈഡ് ആൻഡ് ഇൻഫെക്റ്റഡ് മൈ ഹെൽത്തി പിഗ്സ് ഓൾസോ. എൻ്റെ ഹെൽത്തി പിഗ്സൊക്കെ എൻ്റെ വീട്ടിലുണ്ട്, അതിനും കൂടി ഇൻഫെക്ഷൻ കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. പക്ഷേ കോടതി പറഞ്ഞു നോ, യു കനോട്ട് ഗെറ്റ് എനിത്തിങ്, യു ഹാവ് ടു ബി വെരി കെയർഫുൾ. കാവിയറ്റ് എംപ്റ്റോർ എന്ന ഡോക്ടറും വെച്ചിട്ട് അയാൾക്ക് പൈസയും കോമ്പൻസേഷനും ഒന്നും കിട്ടിയില്ല, അയാൾ നഷ്ടം തന്നെ. സോ യു ക്യാൻ റൈറ്റ് ദാറ്റ്. അത് എഴുതിയിരുന്നാൽ മാർക്ക് കിട്ടും. അപ്പോൾ ആ കേസ് ലോ ഒക്കെ എഴുതിയാൽ എപ്പോഴും മാർക്ക് കിട്ടും. പക്ഷെ ഓർമ്മ വയ്ക്കണം, വാർഡ് വേഴ്സ്. ഇനിയിപ്പോൾ വാർഡ്സ് കേസൊക്കെ എഴുതിയാലും മതി, എന്നാൽ തന്നെ മാർക്ക് കിട്ടും. WARD അത് ഈ കേസ് ലോ എഴുതാം. ഇനി നമ്മൾ പഠിക്കേണ്ടത് ഈ നിയമത്തിന് കുറേ എക്സെപ്ഷൻസ് ഉണ്ട്. എക്സെപ്ഷൻസ് പറഞ്ഞാൽ എന്താണ്? അപവാദങ്ങൾ നമുക്ക് മലയാളത്തിൽ പറയാം. അതായത് നിയമം ഇങ്ങനെയാണ്, വാങ്ങുന്നവൻ സൂക്ഷിച്ചു കൊള്ളട്ടെ എന്നാണ് നിയമം. പക്ഷേ ഇപ്പോൾ ചില സമയം വിൽക്കുന്നവൻ സൂക്ഷിക്കേണ്ടി വരും. ഏതാണ് ആ എക്സെപ്ഷൻസ് ഏതാണെന്ന് ചോദിക്കും. വാട്ട് ആർ ദി എക്സെപ്ഷൻസ്? അപ്പോൾ ഒന്നാമത്തെ എക്സെപ്ഷൻ നമുക്ക് നോക്കാം. സെക്ഷൻ 15 ഫസ്റ്റ് എക്സെപ്ഷൻ, സെയിൽ ബൈ ഡിസ്ക്രിപ്ഷൻ. എന്താ പറയുക? സെയിൽ ബൈ ഡിസ്ക്രിപ്ഷൻ. ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ സാധനം കണ്ടിട്ടില്ല, വിവരണത്തിലൂടെയാണ് വാങ്ങുന്നത്. ഫോർ എക്സാമ്പിൾ, ഐ ഗിവ് എൻ എക്സാമ്പിൾ. ഞാൻ എൻ്റെ ഒരു കാറ് വിൽക്കാൻ പോവുക. കാർ ഇവിടെയില്ലേ, കാർ എറണാകുളത്താണ്. അപ്പോൾ ബയർ നിങ്ങളാണ് വാങ്ങാൻ പോകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു നല്ല വൈറ്റ് കാറാണ്, അതിന് 20 കിലോമീറ്റേഴ്സ് മൈലേജ് കിട്ടും. ബെൻസ് കാറാണ്, 20 കിലോമീറ്റേഴ്സ് മൈലേജ് കിട്ടും. അതിൻ്റെ മോഡല് 2020 മോഡലാണ് എന്നൊക്കെ പറഞ്ഞു. വൈറ്റ് കാറാന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ ഓക്കെ, നിങ്ങൾ വാങ്ങാൻ തീരുമാനിച്ചു. അങ്ങനെ 2 ദിവസം കഴിഞ്ഞ് കാറ് വന്നു. വന്ന സമയത്ത് നോക്കുമ്പം വൈറ്റ് അല്ല, ഒരു സ്റ്റീൽ ഗ്രേ കളറാണ്, വൈറ്റേ അല്ല.
പിന്നെ മാത്രമല്ല അതിന് 20 കിലോമീറ്റേഴ്സ് മൈലേജും കിട്ടുന്നില്ല. ഞാൻ പറഞ്ഞു 20 കിട്ടുന്ന, പിന്നെ അത് അങ്ങനെ ഞാൻ പറഞ്ഞ പോലെ ഒന്നുമല്ല. ഓക്കെ, അപ്പോൾ അതോട് കൂടിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ റിജക്റ്റ് ചെയ്യാം. അപ്പോൾ ഈ ഡിസ്ക്രിപ്ഷൻ സാധനവും നിങ്ങളുടെ വിവരണവും കറസ്പോണ്ട് ചെയ്യണം. സാധനവും വിവരണവും കറസ്പോണ്ട് ചെയ്യണം. അതും ശ്രദ്ധിക്കേണ്ട ഉത്തരവാദിത്വം സെല്ലർക്കാണോ ബയർക്കാണോ? വിൽക്കുന്ന സാധനം അയാൾ വിവരിച്ചു, ഇങ്ങനെയൊക്കെയാണ് വിവരിച്ചു, ഡിസ്ക്രൈബ് ചെയ്തു. അങ്ങനെയാണ് വിൽക്കുന്ന സാധനവും ഡിസ്ക്രിപ്ഷനും തമ്മിൽ നല്ല താതാത്മ്യം വേണം. ഇറ്റ് ഷുഡ് കറസ്പോണ്ട്. അപ്പോൾ നിങ്ങൾ എന്താ എഴുതുക പരീക്ഷയ്ക്ക്? കണ്ടീഷൻ ആസ് ടു സെക്ഷൻ 15 സെയിൽ ബൈ ഡിസ്ക്രിപ്ഷൻ എഴുതണം. എന്താ പറയുക? സെയിൽ ബൈ ഡിസ്ക്രിപ്ഷൻ. സെയിൽ ബൈ ഡിസ്ക്രിപ്ഷനിൽ the goods sold shall correspond with the description എഴുതണം. This goods sold shall correspond with the description. അത്ര എഴുതിയാൽ മതി. In the case of sale by description, the goods sold shall correspond with the description. എന്നാൽ തന്നെ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഓക്കെ, ദെൻ ഇനി രണ്ടാമത്തത് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഈ കാറൊന്നും ഇതേപോലത്തെ അല്ലെങ്കിൽ 2020 മോഡലല്ല, സ്റ്റീൽ ഗ്രേ കളറ്, 2015 മോഡലാണ്, സ്റ്റീൽ ഗ്രേ കളറാണ്, വൈറ്റ് അല്ല, മൈലേജ് കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞാൽ ഐ ഡോണ്ട് വാണ്ട് ദിസ് കാർ എന്ന് പറയാം. ഐ ഡോണ്ട് വാണ്ട് ദിസ് കാർ എന്ന് റിജക്റ്റ് ചെയ്യാം, കുഴപ്പമില്ല. ഈ കാര്യങ്ങൾക്ക് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ സെല്ലർക്ക് കെവേറ്റ് എംറ്റോർ എന്ന് പറയാൻ പറ്റില്ല ബയറോട്, നിങ്ങൾ സൂക്ഷിക്കണം എന്ന് പറയാൻ പറ്റില്ല. അവിടെ കെവേറ്റ് എംറ്റോർ എന്ന നിയമം ബാധകമല്ല. ഇവിടെ സെല്ലറാണ് സൂക്ഷിക്കേണ്ടത്. ലെറ്റ് ദ സെല്ലർ ബിവെയർ എന്നുള്ള നിയമമാണ് ഇവിടെ ബാധകമാവുക. ഇനി രണ്ടാമത്തെ പോയിൻ്റ്, ഫിറ്റ്നസ് ഫോർ ബയേഴ്സ് പേർപ്പസ്. ഫിറ്റ്നസ് ഫോർ ബയേഴ്സ് പേർപ്പസ് അത് എഴുതി വെച്ചോളൂ. ഫിറ്റ്നസ് ഫോർ 16(1) 16(1) സെക്ഷൻ 16(1) എന്താണ്? ഇപ്പം ഒരു സാധനം വാങ്ങുന്ന സമയത്ത് വാങ്ങാൻ പോയി, ഫോർ എക്സാമ്പിൾ ഞാനൊരു എക്സാമ്പിൾ ആദ്യം പറയാം. ഒരു ഗോപാലൻ എന്ന് പറഞ്ഞൊരു കൃഷിക്കാരൻ, അയാൾക്ക് ഫുട്ബോളിൽ വലിയ കമ്പാണ്. അയാൾ സൂപ്പർ ലീഗ് കാണാൻ വേണ്ടിയിട്ട് വലിയൊരു ടി വി വാങ്ങണം. അയാളുടെ വീട്ടിൽ നാട്ടുകാർ മുഴുവൻ അവിടെ വീട്ടിൽ വന്നിരുന്ന് ടി വി കാണും. അയാൾക്ക് വലിയ സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ ഇയാൾ എന്ത് ചെയ്തു? ടൗണിൽ വന്ന് ഒരു ഇലക്ട്രോണിക് ഷോപ്പ് പോയിട്ട് പറഞ്ഞു, ഐ വാണ്ട് എ ടി വി, എനിക്ക് നല്ലൊരു വലിയ ടി വി വേണം, എത്ര ഇഞ്ചാവും, നല്ലോണം കളിയൊക്കെ നല്ലോണം കാണാൻ കഴിയണം, ഭയങ്കര വലിയ ടി വി വേണം, മണി ഐ എം നോട്ട് ബോതർഡ്, പൈസക്കൊന്നും എനിക്ക് ക്ഷാമമില്ല, എത്ര പൈസ വേണമെങ്കിൽ ഐ എം ഓക്കെ, ഐ സ്പെൻഡ്. പക്ഷേ അയാളുടെ പേർപ്പസ് പറഞ്ഞു, പേർപ്പസ് ഓഫ് ഹിസ് പർച്ചേസ്. ഹി വാണ്ട്സ് ടു സീ ദ ഫുട്ബോൾ. ഗോൾ അടിക്കുമ്പോൾ ടി വി പെട്ടെന്ന് ബ്രേക്ക് ഡൗൺ ആവാൻ പാടില്ല, അതൊക്കെ വളരെ നിർബന്ധമാണ്, എല്ലാ ആൾക്കാർക്ക് ദേഷ്യം വരും. അപ്പോൾ അതൊക്കെ പ്രത്യേകം പറഞ്ഞു. അതുകൊണ്ട് ട്രബിൾ ഫ്രീ ആയിട്ടുള്ള ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ നല്ല പെർഫെക്റ്റ് കണ്ടീഷനിലുള്ള ടി വി ആയിരിക്കണം. ഇറ്റ് ഷുഡ് അൺഇൻറ്റേർഡ് സർവീസ്, എനിക്ക് നല്ല സർവീസ് തരണം ടി വി ചീത്തയാവാൻ പാടില്ല ഒരു കാര്യം. പിന്നെ രണ്ടാമത് പറയുന്നത്, എനിക്ക് ഇലക്ട്രോണിക്സിനെ പറ്റി ഒന്നും അറിയില്ല. നിങ്ങൾ ഷോപ്പ് കീപ്പർ ഒരു ഇലക്ട്രോണിക്സ് എഞ്ചിനീയറാണ് ഈ ഷോപ്പ് നടത്തുന്നത്. അപ്പം നിങ്ങളുടെ കഴിവിലും നിങ്ങളുടെ തീരുമാനത്തിലും ഞാൻ ആശ്രയിക്കുന്നു. ഹി ഡിപ്പെൻഡ്സ് അപ്പോൺ ദ സ്കിൽ ആൻഡ് ജഡ്ജ്മെൻറ്റ് ഓഫ് ദ സെല്ലർ. അതാണ് രണ്ടാമത്തെ പോയിൻറ്റ്. പിന്നെ മൂന്നാമത്തെ പോയിൻറ്റ്, ദ സെല്ലർ ഇസ് എ പേഴ്സൺ ഹു സെൽസ് സച്ച് ടൈപ്പ് ഓഫ് ഗുഡ്സ്. അങ്ങനത്തെ ചരക്ക് മാത്രം വിൽക്കുന്ന ഒരു സെല്ലറാണ്. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ അണ്ടർ ദീസ് 3 സർക്കംസ്റ്റൻസസ് ആരാണ് കുട്ടികളെ ടേക്ക് കെയർ ചെയ്യേണ്ടത്? ആരാണ് ശ്രദ്ധിക്കേണ്ടത്? ഈ നല്ല ടി വി കൊടുക്കണം, ഒരു ഗോളടിക്കുമ്പോൾ ടി വി ബ്ലാക്ക് ഔട്ട് ആവാൻ പാടില്ല, ഇങ്ങനെ എത്ര വില കൊടുക്കാനും ഗോപാലൻ റെഡിയാണ്. അങ്ങനെയാണെങ്കിൽ അത്തരത്തിലുള്ള ടി വി കൊടുക്കേണ്ട ഉത്തരവാദിത്വം ശ്രദ്ധിച്ച് നോക്കി പരിശോധിച്ച് നല്ലതാണോ എന്ന് ശ്രദ്ധിച്ച് കൊടുക്കേണ്ട ഉത്തരവാദിത്വം ആർക്കാണ്? ഈ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറായ സെല്ലർക്കല്ലേ? എന്തായാലും ആണ്. അപ്പോൾ നിങ്ങൾ എഴുതേണ്ടത് സെക്ഷൻ 16(1) ഫിറ്റ്നസ് ഫോർ ബയേഴ്സ് പർപ്പസ്. ഫിറ്റ്നസ് ഫോർ ബയേഴ്സ് പർപ്പസ് എഴുതിയിട്ട് ഇൻ സർട്ടൻ കേസസ് the buyer tells a seller, makes known to a seller the purpose of his purchase. അത് എഴുതി വെക്കണം. the buyer makes known to a seller the purpose of his, ഞാൻ ഇന്ന ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ടി വി വാങ്ങുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്പർ 2, the buyer relies upon the skill and judgment of the seller. The buyer relies upon the skill and judgment. അതായത് സെല്ലർ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറാണ്. അയാളുടെ കഴിവിലും അയാളുടെ തീരുമാനത്തിലും, ജഡ്ജ്മെൻ്റ് ആ തീരുമാനം, സ്കിൽ എന്ന് പറഞ്ഞാൽ കഴിവ്, അയാൾ എഞ്ചിനീയറാണ്, അതിന് ഞാൻ ആശ്രയിക്കുന്നു. ബയർ റിലൈസ് അപ്പോൺ ദ സ്കിൽ ആൻഡ് ജഡ്ജ്മെൻറ്റ് ഓഫ് ദ സെല്ലർ. രണ്ടാമത്തെ പോയിൻറ്റ്. മൂന്നാമത്തെ പോയിൻറ്റ്, ദ സെല്ലർ ഇസ് എ
പേഴ്സൺ ഹൂ സെൽസ് സച്ച് ടൈപ്പ് ഓഫ് ഗുഡ്സ്. അതിപ്പോൾ വലിയൊരു ബിഗ് ബസാറിൽ പോയിട്ട് പല ജാതി സാധനങ്ങളുടെ കൂട്ടത്തിലൊരു ടി വി ഉണ്ട് അവിടെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്, അങ്ങനെയല്ല. ഇത് വെറും ഇലക്ട്രോണിക്സ് ഗുഡ്സ് വെക്കുന്ന ഷോപ്പാണ്. അപ്പോൾ സോ ഹി ഷുഡ് എ പേഴ്സൺ ഹൂ സെൽസ് സച്ച് ടൈപ്പ് ഓഫ് ഗുഡ്സ്. ഇങ്ങനെ ഈ 3 കാര്യം ഓക്കെ ആണെങ്കിൽ ആരാണ് ശ്രദ്ധിക്കേണ്ടത്? സെല്ലറാണോ ബയറാണോ? അപ്പോൾ കെവിയറ്റ് എംപ്റ്റോർ എന്നുള്ള നിയമം ഇവിടെ ബാധകമാവോ? ഇല്ല, ഇറ്റ് വോണ്ട്. സോ ഹിയർ ദ സെല്ലർ ഷുഡ് ടേക്ക് കെയർ. അതാണ് രണ്ടാമത്തെ പോയിന്റ്. ഇനി മൂന്നാമത്തെ പോയിന്റ് എന്താണെന്ന് നോക്കാം. യെസ്, ഫിറ്റ്നസ് ഫോർ വി ഹാവ് ഓൾറെഡി ഫിറ്റ്നസ് ഫോർ ബയേഴ്സ് പേർപ്പസ് ഞാൻ പറഞ്ഞു. നാലാമത്തെ പോയിന്റ് മർച്ചൻറ്റബിൾ ക്വാളിറ്റി. എന്താ അത്? മർച്ചൻറ്റബിൾ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? നാലാമത്തെ പോയിന്റ് എഴുതി വെച്ചോളൂ. മർച്ചൻറ്റബിൾ ക്വാളിറ്റി. അപ്പോൾ തേർഡ് പോയിന്റ് മർച്ചൻറ്റബിൾ ക്വാളിറ്റി, കച്ചവട യോഗ്യമായ സാധനം. അപ്പോൾ നിങ്ങളൊരു ഷോപ്പ് കീപ്പറാണെങ്കിൽ കച്ചവട യോഗ്യമായ സാധനം വിൽക്കേണ്ട ഉത്തരവാദിത്തം ആർക്കാണ്? സെല്ലർക്കല്ലേ. അപ്പോൾ സെല്ലർ ഇപ്പോൾ പുഴുള്ള അരി വെക്കാൻ പറ്റുമോ? പറ്റില്ല. ഞാൻ പറഞ്ഞു എനിക്ക് ഒരു ചാക്ക് അരി വേണം, അയാൾ പുഴുള്ള അരിയും കൊണ്ട് കൊടുത്തയച്ചാൽ ശരിയാവോ? മർച്ചൻറ്റബിൾ ആണോ? അല്ല. അപ്പോൾ മർച്ചൻറ്റബിൾ ക്വാളിറ്റി, കച്ചവടയോഗ്യമായ സാധനം വിൽക്കണം. അത് ഞാൻ വിൽക്കുന്ന സാധനം കച്ചവടയോഗ്യമാണോ എന്ന് പരിശോധിച്ച് ഉറപ്പ് വരുത്തേണ്ട ഉത്തരവാദിത്തം ആർക്കാണ്? യെസ്, സെല്ലർക്ക്. സോ സെല്ലർ ഷുഡ് ടേക്ക് കെയർ ദാറ്റ് ഗുഡ്സ് വിച്ച് സോൾഡ് ബൈ ഹിം ആർ ഓഫ് മർച്ചൻറ്റബിൾ ക്വാളിറ്റി. അപ്പോൾ നിങ്ങൾ മൂന്നാമത്തെ പോയിന്റ് എഴുതിക്കോളൂ, മർച്ചൻറ്റബിൾ ക്വാളിറ്റി എന്ന് എഴുതിക്കോളൂ. Now, then the next point, section 17 എഴുതിക്കോളൂ, സെയിൽ ബൈ സാമ്പിൾ. സെയിൽ ബൈ സാമ്പിൾ എന്ന് പറഞ്ഞാൽ സാമ്പിൾ കാണിച്ചിട്ടുള്ള വിൽപ്പനയാണ്. അപ്പോൾ എനിക്ക് ഒരു 100 കിലോ ബസ്മതി റൈസ് വേണം. ബസ്മതി റൈസ് എന്നാൽ ബിരിയാണി ഉണ്ടാക്കുന്ന അരിയാണ്. ഐ വോണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് 100 കിലോ വേണം. അപ്പോൾ അരിൻ്റെ കച്ചവടക്കാരൻ ഗോപാലനാണ്. ഗോപാലൻ എനിക്ക് 100 കിലോ അരി വേണം. അപ്പോൾ ഗോപാലൻ ശരി അയക്കാലോ പറഞ്ഞു. അപ്പോൾ ഇതാ പിടിച്ചോളൂ, ഒരു സാമ്പിൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. ചെറിയൊരു പാക്കറ്റ് എടുത്ത് അരി ഫില്ല് ചെയ്ത് സീൽ ചെയ്ത് എനിക്ക് തന്നു. ദാറ്റ്സ് എ സാമ്പിൾ. ഈ സാമ്പിൾ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് തൃപ്തിയായി. ഐ വാസ് വെരി ഹാപ്പി. നല്ല കളറാണ്, നല്ല വൈറ്റ് കളറാണ്. അങ്ങനെ സെയിൽ ബൈ വീട്ടിൽ കൊണ്ടുപോയി അത് കുറച്ച് വെച്ച് നോക്കിയപ്പോൾ നല്ല ബിരിയാണിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ശരി 100 കിലോസ് ഓർഡർ ചെയ്തു. അങ്ങനെ അപ്പോൾ സാമ്പിളും രണ്ടാമത് ബൾക്കായിട്ട് ലോറിയിൽ വരുമ്പം ഞാൻ സാമ്പിൾ എടുത്ത് പരിശോധിച്ച സമയത്ത് ഈ സാമ്പിൾ ഇതും ഭയങ്കര വ്യത്യാസമാണ്. സാമ്പിൾ എന്ന് പറഞ്ഞാൽ നേരിയ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അരിയാണ്, നല്ല പ്യുവർ വൈറ്റ് കളറ്. ബൾക്കൊന്നായിട്ട് വരുമ്പം അത്ര കളറും ഇല്ല, ഒരു യെലോയിഷ് കളറാണ്, കുറച്ച് വലിപ്പമുണ്ട് അരി. അപ്പോൾ അങ്ങനെയാണ് എനിക്ക് റിജക്റ്റ് ചെയ്യാം. അപ്പം സാമ്പിൾ കൊടുത്തതും ബൾക്കും സെയിം ടൈപ്പ് ആവണം എന്നുള്ളത് ശ്രദ്ധിക്കേണ്ട ഉത്തരവാദിത്തം ആർക്കാണ്? സെല്ലർക്ക്. വയറല്ല, സെല്ലർക്കാണ്. സോ ഇൻ ദ കേസ് ഓഫ് സെയിൽ ബൈ സാമ്പിൾ സെക്ഷൻ 17 എഴുതി വെച്ചോളൂ. നാലാമത്തെ പോയിന്റ്, വേർ ദ ഗുഡ്സ് ആർ സോൾഡ് ബൈ സാമ്പിൾ ദ ഗുഡ്സ് സപ്ലൈഡ് ബൈ ദ സെല്ലർ ഷുഡ് കറസ്പോണ്ട് വിത്ത് ദ സാമ്പിൾ. അത് ശ്രദ്ധിക്കേണ്ട ഉത്തരവാദിത്തം സെല്ലർക്കാണ്, ബയർക്കല്ല. സോ ദാറ്റ് ഇസ് സെയിൽ ബൈ സാമ്പിൾ. അടുത്ത പോയിന്റ് എന്താണ്? സെയിൽ ബൈ സാമ്പിൾ ആസ് വെൽ ആസ് ഡിസ്ക്രിപ്ഷൻ. അത് സെക്ഷൻ 15 ആവട്ടെ. സെയിൽ ബൈ സാമ്പിൾ ആസ് വെൽ ആസ് ഡിസ്ക്രിപ്ഷൻ. സാമ്പിളും പറഞ്ഞിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷനും പറഞ്ഞിട്ടുണ്ട്. അതായത് ഡിസ്ക്രൈബ് ചെയ്ത ബസ്മതി റൈസ് അതിൻ്റെ മേലെ എഴുതിയിട്ടുണ്ട്, അത് ഡിസ്ക്രിപ്ഷൻ. സാമ്പിളും കൊടുത്തിട്ടുണ്ട്. നല്ല പ്യുവർ വൈറ്റിൽ നല്ല സ്മെല്ലുള്ള ബസ്മതിൻ്റെ ബിരിയാണീൻ്റെ സ്മെല്ലുള്ള നേരിയ അരി. അപ്പം സാമ്പിൾ കാണിച്ചു, ഡിസ്ക്രൈബ് അതിൻ്റെ പുറത്ത് ബസ്മതി എന്ന് എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ രണ്ടാമത് കൊണ്ടുവന്ന സമയത്ത്, ബൾക്ക് കൊണ്ടുവരുന്ന സമയത്ത് ടോട്ടലി ഡിഫറെൻറ്റ്. അപ്പം ബസ്മതിയും പുറത്തൊക്കെ എഴുതിയിട്ടുണ്ട്, പക്ഷേ ഇത് സാധനം അതല്ല, മണമൊന്നുമില്ല, തീരെ സ്മെല്ലൊന്നുമില്ല. അപ്പം ഈ കൊടുത്ത സാമ്പിളും ഡിസ്ക്രിപ്ഷനും സെയിം ആവണം എന്നുള്ള അങ്ങനെ ശ്രദ്ധിക്കേണ്ട ഉത്തരവാദിത്തം സെല്ലർക്കാണ്. ഇൻ ദ കേസ് ഓഫ് സെയിൽ ബൈ സാമ്പിൾ ആസ് വെൽ ആസ് ഡിസ്ക്രിപ്ഷൻ, the seller should take care the goods are corresponding with the sample as well as description. അപ്പോൾ പുറമെ സാമ്പിൾ ബസ്മതി എന്നൊക്കെ എഴുതി, ബസ്മതി എഴുതാൻ വേറെ എന്തെങ്കിലും അരിൻ്റെ പേര് എഴുതിയാലും ഇയാൾക്ക് റിജക്റ്റ് ചെയ്യാം. അയ്യോ നിങ്ങളല്ലേ ബസ്മതി ഒന്നുമല്ല. അപ്പം നമ്മൾ വാങ്ങുന്ന ആൾക്ക്, ബയർക്ക് ഷുഡ് ടേക്ക് കെയർ. ബയർ എന്താക്കണം, സാമ്പിളും ഡിസ്ക്രിപ്ഷനും ഒക്കെ സെയിം ആണെങ്കിൽ മാത്രം വാങ്ങിയാൽ മതി. അപ്പം കൊടുക്കുന്ന അരി സാമ്പിൾ കൊടുത്ത സ്ഥിതിക്ക് സാമ്പിളും ഡിസ്ക്രിപ്ഷനും രണ്ടുമുണ്ട്. അപ്പോൾ അത് രണ്ടും ഓക്കെ ആവണം എന്നുള്ളത് ശ്രദ്ധിക്കേണ്ട ഉത്തരവാദിത്തം സെല്ലർക്കാണ്. ഇൻ ദ കേസ് ഓഫ് സാമ്പിൾ ആസ് വെൽ ആസ് ഡിസ്ക്രിപ്ഷൻ. ദാറ്റ് ഇസ് സെക്ഷൻ 15. ഇനി അടുത്തത് ലാസ്റ്റ് പോയിന്റ് ഇസ് മിസ്റെപ്രസെൻറ്റേഷൻ ബൈ ദ സെല്ലർ. മിസ്റെപ്രസെൻറ്റേഷൻ ബൈ ദ സെല്ലർ എന്ന് പറഞ്ഞാൽ സെല്ലർ
ബയറെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് പല കാര്യങ്ങളും പറഞ്ഞിട്ട്. അയാൾ കൊണ്ട് വാങ്ങിപ്പിക്കുകയാണ്. നല്ല സാധനമാണ്, ഫോറിൻ സാധനമാണെന്നൊക്കെ പറഞ്ഞ് അയാൾ അതൊന്നും നമുക്ക് പറഞ്ഞ സാധാരണ ലോക്കൽ സാധനമായിരുന്നു. അങ്ങനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് വാങ്ങിക്കുകയാണ്. അപ്പം അയാൾ അങ്ങനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് വാങ്ങിച്ചാൽ ബയർക്ക് എന്ത് ചെയ്യാം? റിജക്റ്റ് ചെയ്യാം. ഇൻ ദ കേസ് ഓഫ് മിസ്റെപ്രസെൻറ്റേഷൻ എഴുതി വെച്ചോളൂ. കേസ് ഓഫ് മിസ്റെപ്രസെൻറ്റേഷൻ സെല്ലർ, when the seller makes a misrepresentation and the buyer relies on that representation, buyer rely on the representation, അങ്ങനെയാണെങ്കിൽ അതുപോലെയൊന്നും അല്ലെങ്കിൽ റെപ്രസെൻറ്റേഷൻ പോലെയൊന്നും അല്ലെങ്കിൽ അയാൾക്ക് റിജക്റ്റ് ചെയ്യാം, ബയർക്ക് റിജക്റ്റ് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് കാവിയേറ്റ് എംപ്റ്റോർ, നിങ്ങൾ എന്തുകൊണ്ട് ശ്രദ്ധിച്ചില്ല, നിങ്ങൾ വാങ്ങണം, നിങ്ങൾ വാങ്ങിയ സാധനം നിങ്ങളല്ലേ ശ്രദ്ധിക്കേണ്ടത് എന്ന് സെല്ലർക്ക് പറയാൻ പറ്റില്ല. ഹിയർ ദ സെല്ലർ ഷുഡ് ബി അറ്റ് ദ ഫോൾട്ട്. സെല്ലർ തെറ്റ് ചെയ്തു, അപ്പോൾ ബയർ മടക്കി അത് മടക്കിയെടുക്കണം. യു ഹാവ് ടു ടേക്ക് ഇറ്റ് ബാക്ക്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിക്കാനുള്ളത്. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ ഹെഡിങ്സ് എഴുതി വെക്കണം. In the case of sale by description, in the case of sale by sample, in the case of sale by sample as well as description, for fitness for a particular purpose, merchantable quality, misrepresentation by the seller. ഇനി അവസാനം വേണമെങ്കിൽ ഒരു കൺക്ലൂഷൻ പോലെ നിങ്ങൾക്ക് എഴുതാം. The role of caveat emptor nowadays it is not much relevant. caveat emptor എന്ന് പറഞ്ഞാൽ വാങ്ങുന്നതിന് സൂക്ഷിച്ചു കൊള്ളട്ടെ. സാധാരണഗതിയിൽ ഷോപ്പ് കീപ്പേഴ്സൊക്കെ ഭയങ്കര കോമ്പറ്റീഷനല്ലേ, ഇപ്പോൾ മാർക്കറ്റിലൊക്കെ ഭയങ്കര കോമ്പറ്റീഷനാണ്. അപ്പോൾ വാങ്ങുന്നത് സൂക്ഷിച്ചു കൊള്ളട്ടെ എന്ന് നിങ്ങൾക്കൊന്നും മടക്കി തരില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളുടെ കച്ചവടം പൂട്ടും. അപ്പോൾ നോർമലി പിന്നെ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് വന്നു. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് ഉപഭോക്തൃ സംരക്ഷണ നിയമം. ഉപഭോക്താവിനെ എപ്പോഴും സംരക്ഷിക്കപ്പെടും. നമ്മൾ എന്ത് സാധനം വാങ്ങിയാലും ചീത്തയാണ് നമുക്ക് മടക്കി കൊണ്ടു കൊടുത്താൽ അവർ തരണമെന്നാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് പറയുന്നത്. അപ്പോൾ ഈ നിയമങ്ങളൊക്കെ വന്നതോട് ഇതിനത്ര റെലവൻസ് ഇല്ല. എന്നാലും പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ് the ചോദ്യം എങ്ങനെയാണ് വരിക? വാട്ട് ഡു യു മീൻ ബൈ caveat emptor? What are the exceptions? So we have finished this. Okay, thank you children